എപ്പോഴും നമുക്കൊരു ജനപ്രതിനിധിയായിട്ട് ആവാൻ ഒരു യോഗം വന്നാൽ ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ കുറേയധികം കാര്യങ്ങളുണ്ടാവുമല്ലോ. ഒരു കുടുംബമായിട്ട് നിൽക്കുമ്പോൾ അപ്പോൾ അതിനകത്ത് ഒരു 50 കാര്യങ്ങൾ ഒരു മനുഷ്യൻ്റെ ജീവിതത്തിലുണ്ടെങ്കിൽ ഈ 50 മേഖലകളിലും 1% ഒരു മെച്ചപ്പെടുത്തൽ വരുത്താൻ ശ്രമിക്കണം. അതായത് ഇപ്പം നമ്മുടെ തലമുറകളെ 3ആയിട്ട് നമുക്ക് എടുക്കാം. ഒന്ന് ചെറുപ്പക്കാർ, മധ്യവയസ്കർ, പ്രായം ചെന്നവർ. അപ്പോൾ പണ്ടൊക്കെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വൺ സൈസ് ഫിറ്റ്സ് ഓൾ എന്ന് പറയും. ഒരു ഡ്രസ്സ് എടുത്താൽ അത് എങ്ങനെയെങ്കിലും നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യുക, അത് ഇത്ര വയസ്സുള്ളായാലും കുറച്ച് വയറുള്ളതാണെങ്കിലും. ഇന്ന് അങ്ങനെയല്ല, 3 തരമായിട്ട് എടുത്തിട്ട് ഈ 3 തരം ആൾക്കാരുടെ വിഷയങ്ങൾ എന്താണെന്ന് പഠിച്ചിട്ട് അതനുസരിച്ചുള്ള പദ്ധതികൾ കൊണ്ടുവരണം. ഫോർ എക്സാമ്പിൾ, ചെറുപ്പക്കാർ ചിന്തിക്കുന്നത് പോലെ ആവില്ല മധ്യവയസ്കർ ചിന്തിക്കുന്നത്, മധ്യവയസ്കരെ പോലെ ആയിരിക്കും റിട്ടേൺ. അപ്പോൾ ചെറുപ്പക്കാർക്കെന്ന് വെച്ചാൽ എല്ലാം ഇന്ന് വേണ്ടത് വേഗത വേണം, ഭംഗിയുള്ള വസ്തുക്കളായിരിക്കണം. ഉദാഹരണത്തിന് ഇപ്പോൾ വന്ദേ ഭാരത് എന്ന് ട്രെയിൻ വരുമ്പോൾ ചെറുപ്പക്കാർക്ക് ഇഷ്ടമാണ്. അവർ പറയുന്നു ടിക്കറ്റ് റേറ്റൊന്നും കുഴപ്പമില്ല, ഫാസ്റ്റായിട്ട് എത്തും, നല്ല ഭക്ഷണം തരുന്നുണ്ട്, ക്ലീനാണ്, നല്ല ഭംഗിയാണ്. അവരതിൻ്റെ കൂടെ സെൽഫി എടുക്കുന്നു. പണ്ട് ഏതെങ്കിലും ട്രെയിനിൻ്റെ കൂടെ പോയി എടുക്കുമോ? ഇല്ല. അപ്പോൾ ചെറുപ്പക്കാരുടെ മനസ്സ് മനസ്സിലാക്കുക. അവരെ നമ്മൾ നിരന്തരം കുറ്റപ്പെടുത്തും, ഈ തലമുറ ശരിയല്ല. ഇതേ തെറി നമ്മളും കേട്ടതാ നമ്മൾ ചെറുപ്പക്കാർ. അതുകൊണ്ട് ചെറുപ്പക്കാർ പറയുന്നത് കേൾക്കാൻ പഠിക്കുക, അവർക്ക് പരമാവധി സൗകര്യം ചെയ്തു കൊടുത്ത് അവരെ ഹാപ്പിയാക്കാൻ നോക്കുക. മധ്യവയസ്കർ എന്ന് പറയുമ്പോൾ എന്താണ്? അവർ ഫിനാൻഷ്യൽ ബാക്ക് ബോൺ എന്ന് പറയും, അതായത് ജോലി ചെയ്യുന്നൊരു വിഭാഗമാണ്. അവർക്ക് രാവിലെ ഓഫീസിൽ പോകുന്നതും തിരിച്ചു വരവും വലിയൊരു പ്രശ്നമാണ്. അതായത് റോഡിലെ ബ്ലോക്ക്, ആ തടസ്സം, ഈ തടസ്സം, ഇതനുസരിച്ച് ഓഫീസിൽ പോകുമ്പോൾ വരുന്ന അവരത്ത് ആ ദേഷ്യം കാണിക്കും. തിരിച്ച് വീട്ടിലോട്ട് വരുമ്പോൾ ഇതേ പ്രശ്നം അഭിമുഖീകരിച്ച് വീട്ടിൽ വന്നാൽ വീട്ടിൽ സംഘർഷം. അപ്പോൾ നമ്മുടെ ഗതാഗത സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തണം, വലിയ ട്രാഫിക് ബ്ലോക്ക് ഇല്ലാതാക്കണം, വീതിയുള്ള ഫുട്പാത്തുകൾ വരണം. കാരണം വാഹനമില്ല, നടന്നാൽ ആരോഗ്യം നല്ലതാണ്. ഇത് കഴിഞ്ഞ് പ്രായം ചെന്നവർക്ക് അവർക്ക് ജീവിതത്തിൻ്റെ സായാഹ്നം ചെലവഴിക്കാനായിട്ട് ഇപ്പോൾ നമ്മുടെ എക്സാമ്പിൾ കടപ്പുറത്ത് നമുക്കൊരു സൗകര്യങ്ങളില്ല. അതായത് കടപ്പുറം കെട്ടി വെച്ചിട്ടുണ്ട്, വൈകുന്നേരം അവിടെ ചെന്ന് കഴിഞ്ഞാൽ കുറച്ച് കപ്പലണ്ടി ഉണ്ട്, കുറച്ച് പോപ്കോൺ ഉണ്ട്, അവിടെ നിന്ന് കുറച്ച് ഫുഡ് പോയ്സൺ പിടിച്ചുകൊണ്ട് വീട്ടിൽ വരാം. അപ്പോൾ അതിനേക്കാൾ വാക്കിംഗ് ട്രാക്ക്, ആൾക്കാർക്ക് ഇരിക്കാനുള്ള നല്ല നല്ല സ്ഥലങ്ങൾ, സ്പേസസ് ഉണ്ടാക്കുക. ഇപ്പോൾ ഈ കോർണിഷ് എന്ന് പറയും, വിദേശ രാജ്യങ്ങളിലൊക്കെ ചെല്ലുമ്പോൾ കാണാം. വിദേശമല്ല, വികസിത രാജ്യങ്ങളിൽ കടപ്പുറം ഏരിയ എന്ന് പറയുന്നത് 10-20 കിലോമീറ്റർ ആൾക്കാർക്ക് ഉല്ലസിക്കാനുള്ള സ്ഥലമാണ്. നീറ്റ് ആൻഡ് ക്ലീൻ ആക്കി വെക്കണം, എല്ലാ സംഭവങ്ങളും കൊടുക്കണം, പാർക്കിംഗ് സ്പേസ് ഉണ്ടാവണം. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത് വെച്ചാൽ ജനജീവിതത്തിൽ നല്ലൊരു മെച്ചപ്പെടുത്തൽ ഉണ്ടാക്കാൻ നമുക്കൊരു ദിവസം കൊണ്ടൊന്നും നടക്കില്ല. പക്ഷെ നല്ല പദ്ധതികൾ ഇടുന്ന പദ്ധതികൾ നാളെ ഒരു ദിവസത്തേക്കാവരുത്, 100 കൊല്ലം കണ്ടു വേണം നമ്മൾ ചെയ്യാൻ. ഇപ്പോൾ ഒരു സ്ഥലത്ത് ജംഗ്ഷനിലൊരു ബ്ലോക്ക് വരുന്നു, ഉടനെ ഒരു ഫ്ലൈ ഓവറും കെട്ടി വയ്ക്കുക. അതല്ല എൻ്റെ ആവശ്യം. ഒരു ഗ്രേറ്റ് സെപ്പറേറ്റേഴ്സ് എന്ന് പറയും, അതായത് 100 കൊല്ലം കഴിഞ്ഞാൽ എത്ര വാഹനം വരും, ആ വാഹന പെരുപ്പത്തിന് ഇതിനകത്തൂടെ കടന്നു പോകാൻ പറ്റുമോ? ആ ചിന്തിച്ചിട്ട് വേണം നമ്മൾ ചെയ്യാൻ. ഇതൊക്കെ എൻ്റെ ഒരു കാഴ്ചപ്പാടാണ്. തെറ്റാതിരിക്കണം. എല്ലാവരും റോഡിൻ്റെ കാര്യം പറയും. റോഡ് മാത്രമല്ല, കുറേ കാര്യങ്ങളുണ്ട്. ഈ ഹാപ്പിനെസ് ഇൻഡെക്സ് എന്നൊക്കെ പറഞ്ഞ് ഹാപ്പിനെസ് ഉണ്ടാവാൻ പല ഘടകങ്ങളുണ്ട്. അതെല്ലാ പോയിൻറ്റ്സിലും നമ്മൾ നോക്കി വലിയൊരു പ്ലാൻ ഇട്ട് വേണം എപ്പോഴും പോകാൻ. ചെറിയ കാര്യങ്ങൾ ചിന്തിക്കരുത്. രാജീവ് ചന്ദ്രശേഖർ സാർ പ്രകടന പട്ടികയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു 2035 തിരുവനന്തപുരത്ത് ഒളിമ്പിക്സ് കൊണ്ടുവരണം എന്നാണെന്ന്. അപ്പോൾ നടക്കുമോ? ഒളിമ്പിക്സ് കൊണ്ടുവരുമോ? ഞാൻ വായിച്ചറിഞ്ഞോളം ഒളിമ്പിക്സ് കൊണ്ടുവരുന്നില്ല. ഒളിമ്പിക്സ് 2036 വരുമ്പോൾ അതിൻ്റെ ഒരു വേദി തിരുവനന്തപുരത്തും കൂടി കൊണ്ടുവരണം. ഫോർ എക്സാമ്പിൾ, ഇപ്പം ഇന്ത്യ വെസ്റ്റ് ഇൻഡീസ് അല്ലെങ്കിൽ ഇന്ത്യ പാകിസ്ഥാൻ അല്ലെങ്കിൽ ഇന്ത്യ മറ്റൊരു രാജ്യവുമായിട്ട് ഒരു ക്രിക്കറ്റ് സീരീസ് ഉണ്ടെന്ന് വയ്ക്കുക. അപ്പം നമുക്ക് തിരുവനന്തപുരത്ത് ഒരു സ്റ്റേഡിയം ഉണ്ട്, ഒരു മത്സരം ഇവിടെ കൂടി കൊണ്ടുവന്നാൽ നല്ലതായിരിക്കും എന്ന് പറയുന്നവർ ഞാൻ മനസ്സിലാക്കിയിടത്തോളം ഒളിമ്പിക്സ് ഇന്ത്യയിൽ വരികയാണെങ്കിൽ അതിൻ്റെ ഒരു വേദി കേരളത്തിൽ തിരുവനന്തപുരത്തും കൊണ്ടുവരാൻ ശ്രമിക്കുന്ന പറഞ്ഞതായിട്ടാണ് ഞാൻ മനസ്സിലാക്കിയത്. തീർച്ചയായിട്ടും കൊണ്ടുവരണം എന്നാണ് പറയുന്നത്. കാരണം എന്നറിയോ, ഈ എന്തിനാണ് ഇങ്ങനെ കൊണ്ടുവരുന്നത് വെച്ചാൽ നമ്മുടെ ഇവിടെയുള്ള സ്പോർട്സിലോട്ട് വരാനുള്ള യുവാക്കൾക്ക് അല്ലെങ്കിൽ അടുത്തൊരു തലമുറയ്ക്ക് പ്രചോദനം നൽകണം. അപ്പോൾ സ്വാഭാവികമായിട്ടും അങ്ങനെ ഒരു പ്രകടനപത്രത്തിൽ പറഞ്ഞിട്ടുണ്ട്, ഒളിമ്പിക്സ് ഇന്ത്യക്ക് കിട്ടുകയാണെങ്കിൽ ഒരു വേദി കൊണ്ടുവരാൻ കഴിയുക തന്നെ ചെയ്യും. ചേട്ടാ, ഒരു തികച്ചും പേഴ്സണൽ ആയിട്ടുള്ളൊരു ചോദ്യം ചോദിച്ചോട്ടെ. ചേട്ടാ, രാഷ്ട്രീയത്തിലോട്ട് ഇറങ്ങിയ സമയത്ത് BJP പാർട്ടിയിലേക്ക് പോവാം അല്ലെങ്കിൽ BJP ചൂസ് ചെയ്യാനുള്ള ഒരു കാരണം എന്തായിരുന്നു? ഞാൻ ചെറുപ്രായം തൊട്ടേ RSSുമായി ബന്ധപ്പെട്ടൊരു വ്യക്തിയാണ്. 82-ലാണ് ആദ്യമായിട്ട് ശാഖയിൽ പോകുന്നത്. അതിനുശേഷം സ്വാഭാവികമായിട്ടും കോളേജിൽ പോകുമ്പോൾ ABVP ആണ്, അത് കഴിയുമ്പോൾ BJP ആണ്. അന്ന് ഇത്രയും ആൾബലമോ സാമ്പത്തിക ബലമോ ഒന്നും ഉള്ളതല്ല പാർട്ടി. അന്ന് അങ്ങനെ ഞാൻ ചിന്തിച്ചു, അങ്ങനെ വർക്ക് ചെയ്തു. അതിനുശേഷം സിനിമയിലും സീരിയലൊക്കെ വന്നപ്പോഴും ഞാൻ പാർട്ടി എവിടെ ഇലക്ഷൻ നടക്കുന്നോ അവിടെയൊക്കെ പോകും. ഇപ്പോൾ 2015-ലായാലും 2020-ലായാലും ഞാൻ ഇവിടുത്തെ എല്ലാ സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി പ്രചരണത്തിന് പോകുമായിരുന്നു. അന്ന് ഇത്രയും മീഡിയയുടെ സ്ട്രെങ്ത് ഇല്ലാത്തതുകൊണ്ട് അറിയുന്നില്ലെന്നേ ഉള്ളൂ. അങ്ങനെ പ്രവർത്തിക്കുന്ന കണ്ടിട്ടാണ് 2021-ൽ പാർട്ടിയുടെ ക്ഷണം വന്നു, പാർട്ടിയിൽ ജോയിൻ ചെയ്യാൻ. അങ്ങനെ ജോയിൻ ചെയ്യുന്നു, വർക്ക് ചെയ്യുന്നു, അത്രയേ ഉള്ളൂ. നമ്മൾ യാത്രകളിലേക്ക് വന്നു കഴിഞ്ഞാൽ സർ അത്യാവശ്യം യാത്ര ചെയ്യുന്ന ഒരാളാണ്, ജോലിയുടെ കാര്യത്തിനും
രാഷ്ട്രീയപരമായിട്ടും ഫാമിലിയുടെ കൂടെയും ഒക്കെ. അപ്പം ഈ അടുത്തിടെ യാത്ര ചെയ്തതിൽ ഭയങ്കര അത്ഭുതം തോന്നിയൊരു സ്ഥലം ഏതാ? അല്ലെങ്കിൽ ഇനിയും നമുക്ക് അവിടെ പോകണം എന്ന് തോന്നിയതോ ഒരു കോർ മെമ്മറി ആയിട്ട് നമ്മൾ സൂക്ഷിക്കുന്ന ഒരു സ്ഥലം? ലോകം മുഴുവൻ നമ്മൾ എവിടെയൊക്കെ സഞ്ചരിച്ചാലും ഒരു കാര്യം പറയാം, ഏറ്റവും നല്ല രാജ്യമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് ഇന്ത്യ തന്നെയാണ്. കാരണം ഓരോ സ്ഥലത്ത് പോകുമ്പോഴും അത് ഭൂമിയുടെ ഭാഗം തന്നെയാണ്. എല്ലായിടത്തും ഓരോരോ പ്രത്യേകതകളുണ്ടാവും, ഇല്ലെന്ന് പറയാൻ പറ്റില്ല. ചില രാജ്യങ്ങളിൽ പോകുമ്പോൾ, പ്രത്യേകിച്ച് വെസ്റ്റേൺ വേൾഡിൽ പോകുമ്പോൾ, യൂറോപ്പിൽ പോകുമ്പോൾ വൃത്തിക്ക് വലിയൊരു സ്ഥാനമുണ്ട്. എന്ത് സാധനം താഴെ വീണാലും വീണെടുത്ത് കഴിക്കാം, അമ്മാരി വൃത്തിയാണ്. അപ്പോൾ അവിടെ ചെല്ലുമ്പോൾ പക്ഷേ അവിടെ അതിൻ്റേതായ പോരായ്മയുണ്ട് വെച്ചാൽ പോരായ്മകളുണ്ട്. അതുപോലെ നമ്മുടെ UK, ലണ്ടൻ പോലത്തെ സ്ഥലത്ത് ചെന്ന് കഴിഞ്ഞാൽ അതിന് എൻറ്റയർലി ഡിഫറെൻ്റായ ഗുണങ്ങളുമുണ്ട്, പ്രശ്നങ്ങളുമുണ്ട്. ഞാൻ പോയില്ലെങ്കിൽ കഴിഞ്ഞ തവണ ജപ്പാനിൽ പിള്ളേരും ഭാര്യയും കൂടി പോയി. അപ്പോൾ അവർ പോയിട്ട് വന്നു ഞാൻ അടുത്ത കാലത്ത് സഞ്ചരിച്ചതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലം സമാധാനം കൊണ്ടും സന്തോഷം കൊണ്ടും വൃത്തി കൊണ്ടും എല്ലാം ജപ്പാനായിരുന്നു എന്ന് പറഞ്ഞു. ഞാൻ പോയിട്ടില്ല എങ്കിൽ പോലും അവർ പറയുമ്പോൾ എനിക്കൊരു പിക്ചർ കിട്ടും. അപ്പോൾ എനിക്ക് തോന്നുന്നു യാത്ര ചെയ്തല്ല എനിക്ക് വളരെ പ്രിയപ്പെട്ടെന്ന് പറഞ്ഞത്, ഞാൻ എൻജോയ് ചെയ്തൊരു സ്ഥലം എന്ന് പറയുന്നത് യൂറോപ്പ് ഞാൻ വളരെയധികം എൻജോയ് ചെയ്ത സ്ഥലം തന്നെയാണ്, ഇല്ലെന്ന് പറയുന്നില്ല. പക്ഷെ ഇതൊക്കെയാണെങ്കിലും ഇന്ത്യക്കകത്ത് ഭാര്യ ഒരു കാര്യം പറഞ്ഞു, ഇത്രയും സ്ഥലങ്ങളിൽ പോയി ഈ എല്ലാവർക്കും സ്നോ ഉള്ള സ്ഥലം, തണുപ്പുള്ള സ്ഥലത്ത് പോകാൻ ഇഷ്ടമാണ് ബേസിക്കലി നമുക്കിവിടെ. നമ്മൾ ചൂട് കാണുന്നവരാണ്. ഭാര്യ പറഞ്ഞു എത്ര സ്വിറ്റ്സർലാൻഡിൽ പോയാലും എത്ര അവിടെ പോയാലും കാശ്മീരിനെ വെല്ലാൻ ഒരു സ്ഥലമില്ല. കാശ്മീർ ഇസ് ദ ബെസ്റ്റ് പ്ലേസ്. ഒന്ന് ഭംഗി, ഒന്ന് വിസ്തൃതമായ സ്ഥലം, 3 അവിടുത്തെ ആളുകളുടെ ലോക്കൽസിൻ്റെ പെരുമാറ്റം, 3 വേറൊരു വിഷയം എക്സലൻറ്റ് ഫുഡും കിട്ടുന്നുണ്ട് വളരെ കുറഞ്ഞ ചിലവിൽ. അതുകൊണ്ട് ഞാനും കാശ്മീരിൽ പോയിട്ടുണ്ട്. എനിക്കും വളരെ പ്രിയപ്പെട്ട ഒരു സ്ഥലങ്ങളിലൊന്നാണ് കാശ്മീർ. ഫുഡിന്റെ കാര്യം പറഞ്ഞല്ലോ, ഫുഡ് ഏറ്റവും ഇഷ്ടപ്പെട്ട ഫുഡ് ഏതായിരുന്നു? അല്ലെങ്കിൽ നമ്മളിങ്ങനെ കഴിക്കാനായിട്ട് ഒരു കൊതി തോന്നുന്ന ഫുഡ് എപ്പോഴും എന്താ? എൻ്റെ ഏറ്റവും ബേസിക് ഒരു സംഭവം എന്ന് വെച്ചാൽ ചപ്പാത്തി ദാൽ അല്ലെങ്കിൽ റോട്ടി ദാൽ എപ്പോൾ കിട്ടിയാലും ഞാൻ കഴിക്കും. ഞാൻ അരി വലുതായിട്ട് പ്രിഫർ ചെയ്യുന്ന ഒരാളല്ല. നേരെ വിപരീതമാണ് എൻ്റെ ഭാര്യ. 3 നേരവും അരിയാഹാരം കിട്ടിയാലും കഴിക്കും. അഹാനയുടെ പ്രത്യേകത വെച്ചാൽ ഏത് രാജ്യത്ത് പോകുന്നു അവിടെ എന്ത് കിട്ടുന്നോ അതേ കഴിക്കും. അതിന് പകരം ഇഷാനി ഓസിയും ഇങ്ങനെ ഗൂഗിൾ അടിക്കും ഇന്ത്യൻ റെസ്റ്റോറൻറ്റ്. ഞാൻ ഏതൊരു വ്ളോഗിൽ കണ്ടിട്ടുണ്ട് അവര് കഞ്ഞി തപ്പി നടക്കുന്നത്. അവസാനം കുറെ അരി മച്ചോടൊന്ന് വീട്ടിൽ തന്നെ പാചകം തുടങ്ങി. ലണ്ടനിൽ താമസിച്ചപ്പോൾ ഒരു രക്ഷയില്ല, അവർക്ക് ഒന്നും പറ്റുന്നില്ല. അതുകൊണ്ട് കുറച്ച് അച്ചാറും മച്ച് ഇതും മച്ച് ഇതായിരുന്നു തീറ്റി കഞ്ഞി. അപ്പൊ പുറത്തു പോയി ട്രൈ ചെയ്തതിൽ ചേട്ടന് ഇഷ്ടപ്പെട്ട ഒരു ഇത് ഫുഡ് ഹാബിറ്റ്സ് എന്താ? ഫുഡ് എന്തൊക്കെയാ? ഞാനും ഏകദേശം അഹാനയുടെ സ്വഭാവമാണ്. എവിടെ ചെല്ലുന്നോ അവിടെ എന്ത് കിട്ടുന്നോ അതങ്ങ് കഴിക്കും. അതാണ് എൻ്റെ ഓസി ഏതൊരു വീഡിയോക്കകത്ത് കോമഡി ആയിട്ട് പറഞ്ഞിട്ടുണ്ട്, എവിടെങ്കിലും ചെന്നിട്ട് എന്തെങ്കിലും ഒരു വലിയ പേര് പറഞ്ഞാൽ അമ്മയും അമ്മയും അത് കഴിക്കും, പക്ഷെ ഞങ്ങൾക്ക് അത് പറ്റത്തില്ല. അത് ഒരുപാട് കട്ട് വീഡിയോ ഒരു കോമഡി പോലെ. അമ്മൂന് അവിടെ ചെന്ന് എന്താണെന്ന് പോലും അറിയണ്ട, അവിടെ ഇങ്ങനെ നോക്കും, ഒരു പിടിയും കിട്ടാത്ത സാധനവും വാങ്ങിച്ച് കഴിച്ചു പറയും.